കൊച്ചി നഗരത്തിൽ പൊതു ടോയ്ലറ്റുകൾ ഇല്ലെന്ന പരാതിക്ക് പരിഹാരം. GCDA പ്രശ്നപരിഹാരമായി പൊതു ടോയ്ലറ്റ് നിർമ്മിച്ചു നൽകിയത്. ആദ്യ സംരംഭം എന്ന നിലയിൽ മറൈൻ ഡ്രൈവിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ ടോയ്ലറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ടോയ്ലറ്റുകളുടെ ഉദ്ഘാടനം GCDA അധ്യക്ഷ MC ജോസഫൈൻ നിർവഹിച്ചു. ആവശ്യമെങ്കിൽ GCDAയുടെ കൈവശമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ടോയ്ലറ്റുകൾ നിർമ്മിക്കുമെന്നും ജോസഫൈൻ അറിയിച്ചു. BOT അടിസ്ഥാനത്തിലാണ് വിശാല കൊച്ചി വികസന അതോറിറ്റി മറൈൻ ഡ്രൈവിൽ ടോയ്ലറ്റുകൾ നിർമ്മിച്ചത്. 47 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിൽ കേരളീയ ശൈലിയിൽ തീർത്ത കെട്ടിടത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായി 2 ദിശകളിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കായി 3 ഇന്ത്യൻ ക്ലോസറ്റ് ടോയ്ലറ്റുകളും 1 ബാത്ത് കം ടോയ്ലറ്റും ലോബിയിൽ 1 വാഷ് ബേസിനും ഒരുക്കിയിട്ടുണ്ട്. പുരുഷന്മാർക്കായി 2 ഇന്ത്യൻ ക്ലോസറ്റ് ടോയ്ലറ്റുകളും 1 യൂറോപ്യൻ ക്ലോസറ്റ് ടോയ്ലറ്റും 4 യൂറിനലുകളും ലോബിയിൽ 1 വാഷ് ബേസിനും തയ്യാറാക്കിയിട്ടുണ്ട്. വെള്ളം വീണ് തെന്നാത്ത തരത്തിൽ തറയിൽ സെറാമിക് ആൻഡ് സ്കിഡ് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളത്തിനും ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഫ്ലഷ് ടാങ്കിൽ കുഴൽ കിണറിൽ നിന്നുള്ള ജലവും വാഷ് ബേസിനിലും കുളിക്കാനും ജല അതോറിറ്റിയുടെ ജലവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുളിക്കുന്നതിന് 5 രൂപയും ടോയ്ലറ്റ് ഉപയോഗത്തിന് 3 രൂപയും യൂറിനൽ ഉപയോഗത്തിന് 1 രൂപയുമാണ് ഈടാക്കുക. സുലഭിനാണ് ടോയ്ലറ്റുകളുടെ പ്രവർത്തന ചുമതല. ഈ സംരംഭത്തിന് തുടർച്ചയായി പാസ്പോർട്ട് ഓഫീസ്, കലൂർ സ്റ്റേഡിയം, റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിലും പൊതു ടോയ്ലറ്റുകൾ GCDA സ്ഥാപിക്കുന്നുണ്ട്. മനോരമ ന്യൂസ്.